ഹല്ലേലൂയ. ഏറെ ആനന്ദത്തോടെ നമുക്ക് ഒരിക്കൽ കൂടെ കർത്താവിനൊരു മഹത്വം കൊടുക്കാം. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ഒത്തിരിയേറെ സന്തോഷമുണ്ട് വീണ്ടും ദൈവവചനവുമായി നിങ്ങളുടെ മുൻപിൽ നിൽക്കുവാൻ ദൈവം നൽകിയ ഈ കൃപയോർത്ത് ഞാൻ കർത്താവിന് നന്ദി പറയുകയാണ്. ഇതുപോലെയുള്ള ആത്മീയ ശുശ്രൂഷകൾ ദൈവം നമുക്കായി ഒരുക്കി തരുമ്പോൾ നമ്മൾ മാക്സിമം അത് പ്രയോജനപ്പെടുത്തണം. ഈ ശുശ്രൂഷകൾ നിങ്ങൾക്ക് അനുഗ്രഹപ്രദമാകുന്നുണ്ടോ? ഞാൻ വീണ്ടും പറയുകയാണ്, നിങ്ങൾ ഈ ശുശ്രൂഷകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കൂടുതൽ ദൈവ സാന്നിധ്യം വെളിപ്പെടുവാൻ അനേകം ദൈവമക്കൾക്ക് ഇത് അഭിഷേകമായി മാറുവാൻ നിങ്ങൾ വലിയ പ്രാർത്ഥന ആവശ്യപ്പെടുകയാണ്. നമ്മുടെ ദൈവം തലമുറകളെ അഭിഷേകം ചെയ്യുന്നൊരു ദൈവമാണ്. ഈ വചനത്തോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കുവാനായിട്ട് ഒരുങ്ങാം. പരിശുദ്ധാത്മാവിന്റെ വലിയ സാന്നിധ്യം നമ്മുടെ ശുശ്രൂഷയിൽ ഉടനീളം വ്യാപരിക്കുവാൻ, കത്തിപ്പടരുവാൻ നമുക്ക് ആഗ്രഹിക്കാം. പൂർവ്വപിതാക്കന്മാരെ അനുഗ്രഹിച്ച് അഭിഷേകം ചെയ്ത അതേ ദൈവം ഈ വചന ശുശ്രൂഷയുടെ നിമിഷങ്ങളിൽ നമ്മുടെ ജീവിതത്തിന് മേൽ ഇറങ്ങി വരികയാണ്. നമ്മൾ ഒന്നു ചേർന്ന് കർത്താവിന് മനം തുറന്ന് മഹത്വപ്പെടുത്തുക. ഒരു വലിയ സാക്ഷികളുടെ മധ്യയാണ് കർത്താവ് നമ്മൾ നിർത്തിയിരിക്കുന്നത്. അപ്പോസ്തലന്മാരെ, വിശുദ്ധരെ, പരിശുദ്ധ അമ്മ, വിശുദ്ധ ഔസേപ്പ്, സകല പ്രവാചകന്മാരെ നമ്മുടെ മധ്യയുണ്ട്. നമുക്ക് മുൻപേ കർത്താവിനോട് കൂടെ നടന്നവരാണ് അവരെ. വിശുദ്ധിയിൽ വിശ്വാസത്തെ ഉയർത്തിപ്പിടിച്ചവരാണ് അവരെ. അവരുടെ സാന്നിധ്യവും സഹായവും നമുക്ക് വലിയൊരു അനുഗ്രഹമാണ്. പ്രിയമുള്ളവരെ, ഈ വലിയ സാക്ഷികളുടെ കൂടെ നിന്ന് നമ്മുടെ കർത്താവിനെ നമുക്ക് മനം തുറന്ന് ആരാധിക്കാം. കരമടിച്ച് നമ്മുടെ കർത്താവിനെ മനം തുറന്ന് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ ദൈവങ്ങളും അഭിഷേകത്തോടെ ഏറ്റുപാടട്ടെ. കർത്താവെ, ഞങ്ങൾ നിന്റെ നാമത്തെ വാഴ്ത്തുന്നു, ഞങ്ങൾ നിന്നെ മഹത്വപ്പെടുത്തുന്നു. ജനകോടികളിലേക്ക്, അനേകായിരം കുടുംബങ്ങളിലേക്ക് ഈ ശുശ്രൂഷ അഭിഷേകമായി പടരട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അബ്രഹാമിൻ ദൈവമേ, ഇസഹാക്കിൻ ദൈവമേ, യാക്കോബിൻ ദൈവമേ, ഞങ്ങൾക്കേക കർത്താവേ, സൈന്യങ്ങൾ തൻ കർത്താവേ, ആരാധിക്കും നിന്നാമം, സൈന്യങ്ങൾ തൻ കർത്താവേ, ആരാധിക്കും. ഹല്ലേലൂയ. അഭിഷേകം ചെയ്യണമേ, അഭിഷേകം പകരുക. സ്തുതിച്ച് പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെ, ആനന്ദത്തോടെ പ്രാർത്ഥിക്കേ. വലിയ അഭിഷേകം കർത്താവ് അയക്കുകയാണ് ഓരോ ജീവിതങ്ങളിലേക്കും, ഓരോ കുടുംബങ്ങളിലേക്കും. ഇതാ കർത്താവിന്റെ സാന്നിധ്യം പെരുമഴയായി പെയ്തിറങ്ങുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആദിമ സഭയിലെ ദാസന്മാരെ വഴി നടത്തിയ അതേ പരിശുദ്ധാത്മാവ് ഇത് അനേകം ജീവിതങ്ങളിലേക്ക് അഭിഷേകമായി വ്യാപരിക്കുന്നു. ആദിമസഭയിലെ ദാസന്മാർ വഴിയറിയാതെ വലഞ്ഞപ്പോൾ രക്തം ചിന്തി സാക്ഷികളാകാൻ ആത്മാവേകിയ കർത്താവേ, സൈന്യങ്ങൾ തൻ കർത്താവേ, ആരാധിക്കും നിന്നാമം, സൈന്യങ്ങൾ തൻ കർത്താവേ, ആരാധിക്കും നിന്നാമം, സൈന്യങ്ങൾ തൻ കർത്താവേ, ആരാധിക്കും നിന്നാമം, സൈന്യങ്ങൾ തൻ കർത്താവേ, ആരാധിക്കും നിന്നാമം. അബ്രഹാമിൻ ദൈവമേ, ആരാധിക്കും നിന്നാമം. എല്ലാവരും ഇസഹാക്കിൻ ദൈവമേ, ആരാധിക്കും നിന്നാമം. യാക്കോബിൻ ദൈവമേ, ആരാധിക്കും നിന്നാമം. ഞങ്ങൾക്കേക കർത്താവേ, ആരാധിക്കും നിന്നാമം. ഓരോ ഉദ്ധിതനായ ഈശോയെ, ആരാധിക്കും നിന്നാമം. ശക്തിയോടെ ഉദ്ധിതനായ കർത്താവേ, ആരാധിക്കും നിന്നാമം. ആത്മാവേകിയ കർത്താവേ, ആരാധിക്കും നിന്നാമം. സൗഖ്യം നൽകും കർത്താവേ, ആരാധിക്കും നിന്നാമം. ജീവൻ നൽകും യേശുവേ, ആരാധിക്കും നിന്നാമം. വിടുതൽ നൽകും കർത്താവേ, ആരാധിക്കും നിന്നാമം. സൈന്യങ്ങൾ തൻ കർത്താവേ, ആരാധിക്കും നിന്നാമം, സൈന്യങ്ങൾ തൻ കർത്താവേ, ആരാധിക്കും നിന്നാമം, സൈന്യങ്ങൾ തൻ കർത്താവേ, ആരാധിക്കും നിന്നാമം. യേശുവിന്റെ നാമത്തിൽ
ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ഇന്നേ ദിവസം തിരുവചനത്തിലൂടെ പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കുവാനായി പോകുന്നത് ദൈവത്തിനായി തലമുറകളെ ഒരുക്കുക. ഈ കാലഘട്ടത്തിൽ ദൈവത്തിനായി തലമുറകളെ ഒരുക്കുവാനുള്ള വലിയ ആഗ്രഹം നമുക്ക് എത്ര പേർക്കുണ്ട്? ആഗ്രഹിക്കുന്ന ജീവിതങ്ങളെ ഈ സമയം കർത്താവ് നിറയ്ക്കാൻ പോവുകയാണ്. കർത്താവ് അതിശക്തിയോടെ അഭിഷേകം ചെയ്യാൻ പോവുകയാണ്. ഈ ഒരു സമർപ്പണത്തോടെ നമുക്ക് ദൈവവചനത്തിന് മുൻപിലായിരിക്കാം. 94 സങ്കീർത്തനം 16 തിരുവചനത്തിൽ ദൈവാത്മാ പറയുകയാണ്, ആര് എനിക്ക് വേണ്ടി ദുഷ്ടർക്കെതിരായി എഴുന്നേൽക്കും? ആരാണ് എനിക്ക് വേണ്ടി എഴുന്നേൽക്കുക? ദൈവം ചോദിക്കുകയാ, ആരെനിക്ക് വേണ്ടി എഴുന്നേൽക്കും? നൂറ്റാണ്ടുകൾക്ക് മുൻപ് കർത്താവ് ഇത് ചോദിച്ചുവെങ്കിൽ ഇന്ന് ദൈവം നമ്മോടാണ് ഇത് ചോദിക്കുന്നത്. ഈ തലമുറയിൽ ആരെ എനിക്ക് വേണ്ടി എഴുന്നേൽക്കും? അതെ ദൈവമക്കളെ, നമ്മളായിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ, ഈ തലമുറയിൽ ദൈവത്തിനായി, അവന്റെ മഹത്വത്തിനായി, അവന്റെ സഭയ്ക്കായി, അവന്റെ വചനത്തിനായി കുറെ വിശുദ്ധ പാത്രങ്ങളെ സ്വർഗത്തിന് ആവശ്യമുണ്ട്. ഇതിലൊരു വിശുദ്ധ പാത്രമായി നമ്മുടെ ജീവിതങ്ങളെ കർത്താവിനായി ഏൽപ്പിക്കാൻ കഴിയുമോ എന്നാണ് പരിശുദ്ധാത്മാവ് നമ്മോട് ചോദിക്കുന്നത്. ദൈവത്തിനായി നമ്മൾ ഒരു ജനറേഷനെ ഫോം ചെയ്യണം. ഇന്നത്തെ ലോക വ്യവസ്ഥിതിയുടെ പുറകെ പോയി അനേകം ജീവിതങ്ങൾ നശിക്കുമ്പോൾ മറുഭാഗത്ത് കർത്താവിനായി, തിരുസഭയ്ക്കായി, സുവിശേഷത്തിനായി, ഈ ലോകത്തെ യേശുക്രിസ്തുവിനായി രൂപാന്തരപ്പെടുത്തുവാനായി വിശുദ്ധിയാൽ, സ്നേഹത്താൽ നിറഞ്ഞ ഒരു തലമുറയെ നമ്മൾ കർത്താവിനായി ഒരുക്കണം. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, എന്തുകൊണ്ട് ദൈവം അബ്രഹാമിനെ തെരഞ്ഞെടുത്തത്? അവന്റെ നാട്ടിൽ വേറെ ആരും ഇല്ലാഞ്ഞിട്ടാണോ? അബ്രഹാമിനേക്കാൾ കഴിവുള്ള എത്രയോ പേരുണ്ടായിരുന്നു. നമ്മുടെ പൂർവ്വപിതാവായ അബ്രഹാമിനേക്കാൾ അറിവുള്ളവരും ശ്രേഷ്ഠരും ആഭിജാത്യമുള്ളവരും മേന്മയുള്ളവരൊക്കെ ആ നാട്ടിൽ ഒത്തിരി ഉണ്ടായിരുന്നു. എന്നാൽ ദൈവം അബ്രഹാമിനെ തെരഞ്ഞെടുത്തു. എന്തിനു വേണ്ടിയാ തെരഞ്ഞെടുത്തത്? ദൈവത്തിന് അതിന്റെ പുറകിൽ ഒരു ഉദ്ദേശമുണ്ടായിരുന്നു. ദൈവം ഏത് പ്രവൃത്തി ചെയ്യുമ്പോഴും ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ട്. ഉദ്ദേശമില്ലാതെ ദൈവം ഒരു കാര്യവും ചെയ്യുന്നില്ല. ദൈവം എന്തിനാണ് അബ്രഹാമിനെ തെരഞ്ഞെടുത്തത്? വചനം പറയുന്നു, ഉൽപ്പത്തിയുടെ പുസ്തകം 18 അധ്യായം 19 തിരുവചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. ദൈവം അബ്രഹാമിനെ നോക്കിക്കൊണ്ട് പറയാ, ഞാൻ അവനെ തെരഞ്ഞെടുത്തിരിക്കുന്നത് നീതിയും ന്യായവും പ്രവർത്തിച്ച കർത്താവിന്റെ വഴിയിലൂടെ നടക്കാൻ തന്റെ മക്കളോടും പിന്മുറക്കാരോടും അവൻ കൽപ്പിക്കുന്നതിനും, അങ്ങനെ കർത്താവ് അവനോട് ചെയ്ത വാഗ്ദാനം പൂർത്തിയാക്കുന്നതിനും വേണ്ടിയാണ് ദൈവം അബ്രഹാമിനെ തെരഞ്ഞെടുത്തത്. അപ്പൊ അബ്രഹാമിനെ ദൈവം തെരഞ്ഞെടുത്തതിന്റെ പ്രധാന ഉദ്ദേശം ദൈവത്തിനായി ഒരു തലമുറയെ അബ്രഹാമിലൂടെ ഒരുക്കുക. പ്രിയ സഹോദര സഹോദരി, ദൈവവചനത്തിന് മുൻപിൽ നമ്മൾ ആയിരിക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഇന്ന് ഈ അബ്രഹാമിന്റെ പൊസിഷനിലാണ് ദൈവം എന്നെയും നിങ്ങളെയും നിർത്തിയിരിക്കുന്നത്. ദൈവം അബ്രഹാമിനോട് നോക്കിക്കണ്ടു, ഇസഹാക്കിനെ കണ്ടു, യാക്കോബിനെ കണ്ടു, ദൈവം മോശയെ കണ്ടു, ഏലിയായെ കണ്ടു, ജെറമിയായെ കണ്ടു, എസെക്കിയേലിനെ കണ്ടു. ദൈവം ഓരോരുത്തരെയും കാണുകയാണ്. അനുഗ്രഹിക്കപ്പെട്ടൊരു ജനറേഷനെ ദൈവം നോക്കി കാണുകയാണ്. ഇന്ന് ഇതുപോലെ ഈ തലമുറയിൽ കർത്താവ് എന്നെയും നിങ്ങളെയും നിർത്തിയിരിക്കുക. എന്തിനു വേണ്ടി? ദൈവത്തിനായി ഒരു തലമുറയെ ഒരുക്കുവാൻ, ദൈവത്തിനായി തലമുറയെ വാർത്തെടുക്കുവാനായിട്ട്. അതുകൊണ്ട് ദൈവമക്കളെ, ദൈവം നമുക്ക് നൽകുന്ന ബോധ്യങ്ങൾ, ദൈവസ്നേഹത്തിന്റെ അനുഭവങ്ങൾ, ദൈവ സാന്നിധ്യത്തിന്റെ അഭിഷേകം നമ്മുടെ തലമുറയ്ക്ക് കൈമാറി കൊടുക്കുവാൻ നമുക്ക് കഴിയണം. ഒരിക്കൽ ഞാനിങ്ങനെ ദൈവസന്നിധി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവാത്മാവ് ഇപ്രകാരം എന്റെ ആത്മാവിനോട് ഇടപെടുന്നതായി എനിക്ക് അനുഭവപ്പെട്ടു. ഇപ്രകാരം ഒരു സ്വരം ഞാൻ കേൾക്കുകയാണ്, കർത്താവിൽ നിന്ന് പ്രാപിക്കുക, ഈ തലമുറയ്ക്ക് പകർന്നു കൊടുക്കുക.
ഞാൻ വീണ്ടും കൃത്യമായിട്ട് ആ സ്വരം ഒന്ന് ശ്രദ്ധിച്ചു. ഇപ്രകാരം അവൻ സംസാരിക്കുന്നതായി വീണ്ടും അനുഭവപ്പെട്ടു. കർത്താവിൽ നിന്ന് സ്വീകരിക്കുക, കർത്താവിൽ നിന്ന് പ്രാപിക്കുക, ഈ തലമുറയ്ക്ക് കൈമാറിക്കൊടുക്കുക. അതേ ദൈവമക്കളെ, ഇത് ഈ കാലഘട്ടത്തിലെ സഭാമക്കളായ എന്റെയും നിങ്ങളുടെയും വലിയ ദൗത്യമാണ്. ഈ ദുഷിച്ച തലമുറയിൽ കർത്താവിനായി നിലകൊള്ളുന്ന ഒരു ജനറേഷനെ നമ്മൾ ഫോം ചെയ്യണം. അതുകൊണ്ടാണ് ജ്ഞാനിയായ സോളമൻ തന്റെ സുഭാഷിതത്തിൽ 22-ാം അധ്യായം 6-ാം തിരുവചനത്തിൽ സോളമനിലൂടെ പരിശുദ്ധാത്മാവ് എഴുതി വെച്ചു, ശൈശവത്തിൽ തന്നെ നടക്കേണ്ട വഴി പരിശീലിപ്പിക്കുക, വാർദ്ധക്യത്തിലും അവനും അവളും അതിൽ നിന്ന് പിന്തിരിയുകയില്ല. ദൈവം നമ്മളെ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പകർന്നു കൊടുക്കണം, നമ്മുടെ യുവജനങ്ങൾക്ക് പകർന്നു കൊടുക്കണം, അതിനുവേണ്ടി വില കൊടുക്കണം. പ്രിയ ദൈവമക്കളെ, തലമുറകളോട് നമുക്ക് കരുതലുണ്ടെങ്കിൽ ഈ ഒരു ആഗ്രഹം നമുക്കുണ്ടാകണം. ഞാൻ നിങ്ങൾ ആത്മാവിൽ പറയട്ടെ, നമ്മുടെ തലമുറയുടെ മേൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം വീണാൽ ഞാൻ ഉറപ്പ് പറയുന്നു, ആ തലമുറകളെ ഓർത്ത് പിന്നെ എനിക്കും നിങ്ങൾക്കും കരയേണ്ടി വരികയില്ല. നമ്മുടെ തലമുറകളെ ഓർത്ത് നമുക്ക് ദൈവസന്നിധി വിലപിക്കേണ്ടി വരികയില്ല. പരിശുദ്ധാത്മ അഭിഷേകത്തിന്റെ അഗ്നി നമ്മുടെ തലമുറയുടെ മേൽ വീണാൽ ആ തലമുറ നശിച്ചു പോവുകയില്ല. ഈ ലോകത്തിന്റെ വഴിയിൽ, പാപത്തിന്റെ വഴിയിൽ, പിശാചിന്റെ വഴിയിൽ ഈ തലമുറ പോവുകയില്ല. അതുകൊണ്ട് വചനം പഠിപ്പിക്കുന്നത് ശൈശവത്തിൽ തന്നെ നടക്കേണ്ട വഴി പഠിപ്പിക്കുക, പരിശീലിപ്പിക്കുക, വാർദ്ധക്യത്തിലും അവനോളതിൽ പിന്മാറുകയില്ല. നമുക്കറിയാം, ആദിമ സഭയിൽ വളരെ ശക്തനായ ഒരു യുവ പോരാളിയായിരുന്നു, കർത്താവിന്റെ ഒരു വലിയ പോരാളിയായിരുന്നു തിമോത്തിയോസ്. നല്ലൊരു ആത്മീയ മനുഷ്യൻ, പൗലോസ് അപ്പോസ്തലന്റെ ആത്മീയ സന്താനമായിരുന്നു തിമോത്തിയോസ്. ആദിമ സഭയിലെ മെത്രാനായിരുന്നു തിമോത്തിയോസ്. ചെറുപ്പത്തിൽ തന്നെ, ഒരു യുവാവായിരിക്കുമ്പോൾ തന്നെ തന്റെ യൗവനത്തിൽ അവൻ കർത്താവിനോട് കൂടെ നടന്നു. തിമോത്തിയോസ് ഈ കാലഘട്ടത്തിലെ ചെറുപ്പക്കാരായ എനിക്കും നിങ്ങൾക്കും, എനിക്ക് ഉറപ്പുണ്ട് ഈ ശുശ്രൂഷയിൽ അനേകം യങ്സ്റ്റേഴ്സ് പങ്കെടുക്കുന്നുണ്ട്. പ്രിയ സഹോദര സഹോദരി, ശ്രദ്ധിക്കുക, നമ്മെ പോലെ ചെറുപ്പക്കാരായ യങ്സ്റ്റേഴ്സായ നമുക്കൊക്കെ ഒരു വലിയ മോഡലാണ് തിമോത്തിയോസ്. തന്റെ ആ യൗവന പ്രായത്തിൽ, തന്റെ ആ യുവത്വത്തിൽ അവൻ കർത്താവിനോട് കൂടെ നടന്നു. അവൻ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം അനുഭവിച്ചു. അവൻ വിശുദ്ധിയിൽ ജീവിച്ചു. തന്റെ തലമുറയിൽ അവൻ ദൈവത്തെ മഹത്വപ്പെടുത്തി. എന്തുകൊണ്ട് ആദിമ സഭയ്ക്ക് ഇതുപോലത്തെ ഒരു ദൈവ പൈതൽ ലഭിക്കാൻ കാരണം? പൗലോസ്ലീഹ അതിന്റെ രഹസ്യം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. പൗലോസ് അപ്പോസ്തലൻ തിമോത്തിയോസിന് എഴുതിയ 2-ാമത്തെ ലേഖനം 1-ാം അധ്യായം 5-ാം തിരുവചനത്തിൽ പൗലോസ്ലീഹ പറയുകയാണ് തിമോത്തിയോസിനോട്, അല്ലയോ തിമോത്തിയോസേ, നിന്റെ നിർവ്യാജമായ വിശ്വാസം ഞാൻ അനുസ്മരിക്കുന്നു. നിർവ്യാജമായ വിശ്വാസം, കളങ്കമില്ലാത്ത വിശ്വാസം, കലർപ്പില്ലാത്ത വിശ്വാസം, കാപട്യമില്ലാത്ത വിശ്വാസം ഞാൻ അനുസ്മരിക്കുന്നു. എങ്ങനെയാ തിമോത്തിയോസിന് ഇതുപോലത്തെ ഒരു വിശ്വാസം കിട്ടിയത്? കലർപ്പില്ലാത്ത, കാപട്യമില്ലാത്ത, ദുഷിപ്പില്ലാത്ത വിശ്വാസത്തിനുടമയായി തീരാൻ എങ്ങനെ തിമോത്തിയോസിന് കഴിഞ്ഞത്? പരിശുദ്ധാത്മ വീണ്ടും പറയുകയാണ്, നിന്റെ വല്യമ്മയായ ലോവീസിനും അമ്മയായ യൗവനിക്കയ്ക്കും ഉണ്ടായിരുന്ന വിശ്വാസം ഇപ്പോൾ നിനക്കുമുണ്ടെന്ന് എനിക്ക് ബോധ്യമുണ്ട്. എന്തുകൊണ്ട് തിമോത്തിയോസ് ഇതുപോലെ ഒരു വിശ്വാസ വീരനായി മാറിയത്? അവന്റെ വല്യമ്മച്ചിയായ ലോവീസ് കർത്താവിനോട് ചേർന്ന് നിന്നവളായിരുന്നു. അവളുടെ അകത്ത് പരിശുദ്ധാത്മ ഒരു ബോധ്യം കൊടുത്തു, ദൈവത്തിനായ തലമുറകളെ ഒരുക്കണം. ഇന്ന് പലപ്പോഴും നമുക്ക് പറ്റുന്നത്, നമ്മൾ നല്ല വിദ്യാഭ്യാസം കൊടുക്കുന്നു, മക്കൾക്ക് നല്ല ആഹാരം കൊടുക്കുന്നു, നല്ല വസ്ത്രങ്ങൾ കൊടുക്കുന്നു, നല്ല സുഖ സൗകര്യങ്ങൾ കൊടുക്കുന്നു, എല്ലാം നല്ലതാണ്. എന്നാൽ ഞാൻ ചോദിക്കട്ടെ, നമ്മൾ ദൈവത്തെ കൊടുക്കുന്നുണ്ടോ? നമ്മൾ വചനത്തെ കൊടുക്കുന്നുവോ? പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തെ കൊടുക്കുന്നുവോ? കൗദാശിക ജീവിതത്തിന്റെ പ്രാധാന്യം നമ്മുടെ തലമുറയ്ക്ക് നമ്മൾ പകർന്നു കൊടുക്കുന്നുണ്ടോ? അതിൽ നമ്മൾ പരാജയപ്പെട്ടത് കൊണ്ടല്ലേ ഇന്നത്തെ തലമുറ പിശാചിന്റെ വഴിയിൽ, മ്ലേച്ഛതയുടെ വഴിയിൽ ഇന്ന് തകർന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെയാണ് ദൈവം എനിക്കും നിങ്ങൾക്കും നൽകുന്ന ഈ മിഷൻ, അതിന്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ലോവാസിനെ ഈ ബോധ്യമുണ്ടായിരുന്നു, എന്റെ ദൈവത്തിനായി എന്റെ തലമുറയെ ഞാൻ ഒരുക്കും. അതുകൊണ്ട് ലോബീസ് എന്ത് ചെയ്തു?
ദൈവം തനിക്ക് ദാനമായി തന്ന മകളായ യവൂനിക്കായിക്ക് ഈ വിശ്വാസം പകർന്നു കൊടുത്തു, ഈ ബോധ്യങ്ങൾ പകർന്നു കൊടുത്തു. തിമോത്തിയോസിന് അമ്മയായിരുന്നു യവൂനിക്ക. യവൂനിക്ക് എന്ത് ചെയ്തു? തനിക്ക് ലഭിച്ച മകനായ തിമോത്തിയോസിന് പകർന്നു കൊടുത്തു. തിമോത്തിയോസിന് അതിനുവേണ്ടി ഒരുക്കുകയാ, ഈ വിശ്വാസത്തിൽ ഒരുക്കുകയാ. പ്രിയ ദൈവമക്കളെ, ഇതുപോലെ ഈ തലമുറയെ നമ്മൾ കർത്താവിനായി നേടണം. ഇത് സ്വർഗത്തിന്റെ ആഗ്രഹമാണ്. ഹല്ലേലൂയ. എത്ര പേർക്ക് അകത്ത് ഈ ആഗ്രഹം വരുന്നുണ്ട്? ഇങ്ങനെ പോയാൽ പോരാ, എന്റെ തലമുറയെ ഞാൻ കർത്താവിനായി നേടും, എന്റെ കുടുംബത്തെ ഞാൻ കർത്താവിനായി നേടും. ഈ ഒരു ആഗ്രഹവും സമർപ്പണവും നമുക്ക് എത്ര പേർക്കുണ്ട്? നമ്മുടെ ജീവിതത്തിന്റെ വ്യഗ്രതയിൽ നമ്മളിത് മറന്നു പോകരുത്. നമ്മുടെ തിരക്കപ്പെടുന്ന ജീവിതത്തിൽ നമ്മളിത് വിസ്മരിച്ചു പോകരുത്. ദൈവമക്കളെ, ഇതാണ് നമ്മുടെ പരമമായ മിഷൻ. ഈ ദൗത്യം നമ്മൾ വേണ്ട വിധം സ്വീകരിച്ചില്ലെങ്കിൽ, കർത്താവിൽ നിന്ന് സ്വന്തമാക്കിയില്ലെങ്കിൽ നമുക്ക് വലിയ നഷ്ടങ്ങൾ സഹിക്കേണ്ടി വരുമെന്ന് തിരുവചനത്തിലൂടെ പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുകയാണ്. തിമോത്തിയോസ് അവന്റെ തലമുറയിൽ ദൈവത്തിനായി നിന്നു. ഇന്ന് ഇതുപോലെ സഭയ്ക്ക് അനേകം തിമോത്തിയോസുമാർ ആവശ്യമുണ്ട്. അനേകം യുവജനങ്ങൾ ഉണരണം. എനിക്കറിയാം ഈ കാലഘട്ടത്തിൽ അനേകം യുവജനങ്ങൾ കർത്താവിനായി കത്തിജ്വലിച്ച് നിൽക്കുന്നത്. അപ്രകാരമുള്ളവരെ ഓർത്ത് കർത്താവിനെ സ്തോത്രം ചെയ്യുക. ഈ കാലഘട്ടത്തിൽ ഇതുപോലെ അനേകം മക്കൾ ഉണരണം. അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. നിയമാവർത്തന പുസ്തകത്തിൽ 6-ാം അധ്യായം 6-7 തിരുവചനങ്ങളിൽ പരിശുദ്ധാത്മാവ് പഠിപ്പിക്കുകയാണ്, ഞാൻ ഇന്ന് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കണം. കർത്താവ് ഈ പറയുന്ന കാര്യങ്ങൾ നമ്മുടെ അകത്തോട്ട് കയറണം. ഇതൊരു അഭിഷേകമായി നമ്മുടെ ജീവിതത്തിൽ കത്തിപ്പടരണം. വീണ്ടും വചനം പറയുന്നു, ജാഗരൂകതയോടെ അവൻ നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കണം. നമ്മുടെ മക്കളെ കെമിസ്ട്രി മാത്രം പഠിപ്പിച്ചാൽ പോരാ, ഫിസിക്സ് പഠിപ്പിച്ചാൽ പോരാ, മാത്തമാറ്റിക്സ് പഠിപ്പിച്ചാൽ പോരാ, ബയോളജിയും ഹിസ്റ്ററിയും മാത്രം പഠിപ്പിച്ചാൽ പോരാ. അതിനേക്കാൾ അപ്പുറമായി നമ്മൾ അവരെ ദൈവത്തിന്റെ വചനം പഠിപ്പിക്കണം, കർത്താവിന്റെ വഴി പഠിപ്പിക്കണം, വിശ്വാസ മൂല്യങ്ങൾ പഠിപ്പിക്കണം, സുവിശേഷത്തിന്റെ യഥാർത്ഥ ദർശനത്തിലേക്ക് നമ്മൾ അവരെ നയിക്കണം. ഇതാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. വചനം പറയാ, ജാഗരൂകതയോടെ നീ നിന്റെ മക്കളെ പഠിപ്പിക്കണം. എന്ത് പഠിപ്പിക്കണം? എങ്ങനെ പഠിപ്പിക്കണം? വീട്ടിലായിരിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെപ്പറ്റി സംസാരിക്കണം. നമ്മുടെ കുടുംബത്തിൽ ഈ ഒരു വചനത്തിന്റെ ദൈവവചനത്തിന്റെ പങ്കുവെക്കലും ഈ ഒരു ആത്മീയ അന്തരീക്ഷവും നമ്മൾ വളർത്തിയെടുക്കാൻ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുകയാണ്. അത്തരമുള്ള കുടുംബങ്ങളിലേക്ക് കർത്താവിന്റെ മഹത്വം ഇറങ്ങി വരും. അപ്രകാരമുള്ള സമൂഹത്തിലേക്ക് കർത്താവിന്റെ മഹത്വം ഇറങ്ങി വരും. പ്രിയ ദൈവമക്കളെ, ഇനി സഭയ്ക്ക് ആവശ്യം ഇതുപോലെയുള്ള കുടുംബങ്ങളെയാ, ഇതുപോലെയുള്ള ജീവിതങ്ങളെയാ. ഞാൻ ചോദിക്കട്ടെ, പരിശുദ്ധാത്മാവ് നൽകുന്ന ഈ കോൾ, ഈ വിളിയോട്, ഈ ദൗത്യത്തോട് നമുക്ക് എത്ര പേർക്ക് പോസിറ്റീവായി റെസ്പോണ്ട് ചെയ്യാൻ പറ്റും? ഈ കാലഘട്ടത്തിൽ എന്റെ തലമുറയെ ഞാൻ ദൈവത്തിനായി ഒരുക്കും. ഈ സമർപ്പണത്തോടെ നിങ്ങൾ ദൈവസന്നിധിയിലായിരിക്കെ. ജോഷുവയ്ക്ക് ഈ ബോധ്യമുണ്ടായിരുന്നു. എനിക്ക് പഴയ നിയമത്തിൽ ഇഷ്ടപ്പെട്ട ഒരു ദൈവമനുഷ്യനാണ് ജോഷുവ. ഇസ്രായേൽ ജനത്തെ നോക്കിക്കൊണ്ട് ഇപ്രകാരം പറഞ്ഞു. എന്തൊരു വെല്ലുവിളിയായിരുന്നത്. ജോഷുവയുടെ പുസ്തകം 24-ാം അധ്യായം 15-ാം തിരുവചനത്തിൽ ജോഷുവ പറഞ്ഞു, ഇസ്രായേൽ ജനമേ, നിങ്ങൾ ശ്രദ്ധിക്കുക, ഞാനും എന്റെ കുടുംബവും കർത്താവിനെ സേവിക്കും. ഞാൻ കർത്താവിനെ സേവിക്കുന്നല്ല പറഞ്ഞത്, ഞാനും എന്റെ കുടുംബവും, ഞാനും എന്റെ തലമുറയും കർത്താവിനെ സേവിക്കും. ജോഷിക്ക് ഉറപ്പുണ്ടായിരുന്നു. ജോഷുവയുടെ കുടുംബത്തിന്റെ പ്രധാനപ്പെട്ട അജണ്ട എന്ന് പറയുന്നത് കുടുംബമായി കർത്താവിനായി നിൽക്കുക, കുടുംബമായി കർത്താവിനെ ശുശ്രൂഷിക്കുക. അതേ ദൈവമക്കളെ, അവൻ തന്റെ തലമുറയെ കർത്താവിനായി നേടി. അവന്റെ തലമുറയെ ദൈവത്തിനായി നിർത്തി. ഞാനും എന്റെ കുടുംബവും കർത്താവിനെ സേവിക്കും. ഈ വചന ശുശ്രൂഷ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന പ്രിയ സഹോദര, ഞാൻ നിങ്ങളോട് ആത്മാർത്ഥമായി ചോദിക്കട്ടെ, നമുക്കിത് പറയാൻ പറ്റുമോ? ഞാനും എന്റെ കുടുംബവും കർത്താവിനെ സേവിക്കുമെന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എത്ര പേർക്ക് ആത്മാർത്ഥമായി പറയാൻ പറ്റും? ഇല്ലെങ്കിൽ നിലവിളിച്ച് ഈ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്ക്. ഈ നുറുക്കത്തോടെ ഈ ഒരു അഭിഷേകം നമ്മുടെ മേൽ വീഴാൻ വേണ്ടി പ്രാർത്ഥിക്ക്. കർത്താവേ, നിനക്കായി തലമുറകൾ ഒരുക്കുവാൻ, സഭയ്ക്കായി ഈ തലമുറ നിലകൊള്ളുവാൻ, വിശ്വാസത്തിന് സുവിശേഷ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഒരു അഭിഷിക്ത തലമുറയെ കർത്താവെ ഞാൻ നിനക്കായി നേടുമെന്നുള്ള വലിയ ബോധ്യത്തോടെ, തീരുമാനത്തോടെ തുറന്നു വരുന്ന ആരാധന ശുശ്രൂഷയിൽ നിങ്ങൾ ഒരുക്കത്തോടെ പ്രാർത്ഥിക്ക്. കർത്താവ് ഈ അഭിഷേകം നമ്മുടെ പകരുക. അതിനായി നമുക്ക് ഒരുങ്ങാം, ആഗ്രഹിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നിത്യസ്നേഹത്താൽ
നിത്യസ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു. തിരുഹൃദയത്തിൻ മുൻപിൽ മെഴുതിരിനാളം പോലെ ഉരുകിടുമാത്മാവിൽ നീ നിരുപമ സ്നേഹം നൽകൂ. തിരുമുറിവിൽ ഞാനേകാം കരളിലെ സ്വപ്നങ്ങൾ തൻ ഒലിവില പൂഞ്ചില്ലകൾ സ്വീകരിക്കൂ നീ സദയം തിരുഹൃദയത്തിൻ മുൻപിൽ. വിശുദ്ധിയിൽ മഹത്വപൂർണനായ ദൈവം തിരുവോസ്തി രൂപനായി നമ്മുടെ മധ്യേ കടന്നു വന്നിരിക്കുകയാണ്. പ്രിയ ദൈവമക്കളെ, വലിയ ആഗ്രഹത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ കുർബാനയിൽ നിന്ന് കർത്താവിന്റെ അത്ഭുതകരമായ ശക്തിയും സാന്നിധ്യവും നമ്മളായിരിക്കുന്ന ജീവിതങ്ങളിലേക്കും നമ്മുടെ കുടുംബങ്ങളിലേക്കും ഒഴുകപ്പെടുകയാണ്. സ്വർഗം പകരുന്ന ഈ അഭിഷേകത്തെ സ്വീകരിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിനായി ഈ കാലഘട്ടത്തിൽ തലമുറകളെ എങ്ങനെ നമ്മൾ ഒരുക്കണമെന്ന് ദൈവവചനത്തിലൂടെ പരിശുദ്ധാത്മ നമ്മളെ പഠിപ്പിക്കുകയായിരുന്നു. ഇരുകരങ്ങളും വിശുദ്ധ കുർബാനയുടെ മുൻപിലേക്ക് യാചനാപുരം നീട്ടിപ്പിടിച്ച് നുറുങ്ങിയ ഹൃദയത്തോടെ പ്രാർത്ഥിക്കും. മക്കളെ, ഈ സമയം നിങ്ങൾ ഇതിനായിട്ട് ആഗ്രഹിക്കേ. നമ്മൾ മറ്റെന്തെല്ലാം നേടിയാലും തലമുറകളിലേക്ക് അഭിഷേകം പകരപ്പെട്ടില്ലെങ്കിൽ എല്ലാം വ്യർത്ഥമാണ്. ഈ ഒരു തിരിച്ചറിവോടെ പ്രാർത്ഥിക്കേ. വിശുദ്ധിയിൽ വളരുവാൻ, വിശ്വാസത്തിൽ വളരുവാൻ, സുവിശേഷ മൂല്യങ്ങൾ എവിടെയും ഉയർത്തിപ്പിടിക്കുവാൻ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ഒരു അഭിഷേകം കർത്താവേ ഞങ്ങളിലേക്ക് അയക്കണമേ, ഞങ്ങളിലേക്ക് പകരണമേ. സ്വീകരിച്ച് പ്രാർത്ഥിക്കുക മക്കളെ. ഇതാ ഈശോ ഈ അഭിഷേകം പകരുകയാ. ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. എല്ലാ മക്കളും സാധിക്കുന്ന എല്ലാവരും വിശുദ്ധ കുർബാനയുടെ മുൻപിൽ മുട്ടുകുത്തി നിന്ന് നുറുക്കത്തോടെ പ്രാർത്ഥിക്കുക. ഇരു കരങ്ങളും കർത്താവിന് മുൻപിലേക്ക് ഉയർത്തി നിങ്ങൾ വിശ്വാസത്തിൽ നിന്ന് വിളിച്ച്, ദാഹത്തോടെ വിളിച്ച്, യേശുവിനെ നിന്ന് വിളിച്ച്, പരിശുദ്ധാത്മാവിനെ വിളിച്ച് ഹല്ലേലൂയ. അഭിഷേകം ഒഴുകട്ടെ, തലമുറകളിലേക്ക് ഒഴുകട്ടെ, ജീവിതങ്ങളിലേക്ക് ഒഴുകട്ടെ, സഭാ സമൂഹങ്ങളിലേക്ക് ഒഴുകട്ടെ. അഭിഷേകം കത്തി കത്തി പടരട്ടെ. പരിശുദ്ധാത്മാവേ എല്ലാ ജീവിതങ്ങളെയും ദൈവരാജ്യത്തിനായി യേശു ക്രിസ്തുവിനായി ഉണർത്തണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിച്ചു പ്രാർത്ഥിക്കാം, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അഭിഷേകം ചെയ്യണമേ. അനേകം ജീവിതങ്ങൾ അഭിഷേചിക്കണമേ, കുടുംബങ്ങൾ അഭിഷേചിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. നന്ദി കർത്താവേ, ഞങ്ങൾ അഭിഷേകം ചെയ്തതിനായി, ഞങ്ങൾ വിശുദ്ധീകരിച്ചതിനായി, ഞങ്ങൾ ശക്തീകരിച്ചതിനായി, ഞങ്ങൾ ഉണർത്തിയതിനായി, കൃപയാൽ നിറച്ചതിനായി നന്ദി, നന്ദി, നന്ദി കർത്താവേ. അഭിഷേകമായി, കൃപയായി സകല ജീവിതങ്ങളിലും കത്തി പടരണമേ. തലമുറകൾ ദൈവത്തിനായി ഉണരട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.